1980കളിലും 90കളിലും മലയാള സിനിമയിൽ സഹതാരമായി സജീവമായിരുന്ന നടിയായിരുന്നു സുമാ ജയറാം. മമ്മൂട്ടി അടക്കമുള്ള മലയാളത്തിലെ മുൻനിര താരങ്ങൾക്കൊപ്പം സുമാ ജയറാം സ്ക്രീൻ പങ്കിട്ടിട്ടുണ്ട്. സിനിമകളിൽ മാത്രമല്ല സീരിയലുകളിലും സജീവ സാന്നിധ്യമായിരുന്നു സുമാ ജയറാം. ദൂരദർശനിൽ സംപ്രേഷണം ചെയ്തിരുന്ന സീരിയലുകളിലൂടെയാണ് കുടുംബ പ്രേക്ഷകർക്ക് സുമ സുപരിചിതയാകുന്നത്. 1988 ആയിരുന്നു സിനിമയിലേക്കുള്ള സുമയുടെ ആദ്യ ചുവടുവയ്പ്. ഉത്സവപ്പിറ്റേന്ന് എന്ന സിനിമയിലൂടെയാണ് വന്നത്. മാലതി എന്ന കഥാപാത്രത്തെയാണ് സുമ അവതരിപ്പിച്ചത്. പിന്നീട് സുമ ശ്രദ്ധിക്കപ്പെട്ടത് 1990 പുറത്തിറങ്ങിയ മമ്മൂട്ടിയുടെ കുട്ടേട്ടൻ എന്ന സിനിമയിലൂടെയാണ്. മമ്മൂട്ടിക്ക് പുറമെ മോഹൻലാലിനും ദിലീപിനും ഒപ്പമെല്ലാം തിളങ്ങിയ സുമ ഇപ്പോൾ ജീവിതത്തിലെ പുതിയ സന്തോഷം പങ്കുവച്ച് എത്തിയിരിക്കുകയാണ്. ആദ്യമായി അമ്മയായ സന്തോഷമാണ് സുമ ജയറാം പങ്കുവച്ചിരിക്കുന്നത്. 50 അടുക്കുന്ന വേളയിൽ ഇരട്ട കുഞ്ഞുങ്ങളാണ് സുമയ്ക്ക് പിറന്നിരിക്കുന്നത്. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് സുമ അമ്മയായത്. എല്ലാ വിശേഷങ്ങളും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാറുള്ള സുമ നേരത്തെ അമ്മയാകാൻ പോകുന്നതിൻ്റെ സന്തോഷവും പങ്കുവച്ചിരുന്നു. 2018 ആയിരുന്നു സുമയുടെ വിവാഹം. ബാല്യകാല സുഹൃത്തിനെയാണ് സുമ ഭർത്താവായി തിരഞ്ഞെടുത്തത്. ലല്ലൂഷ് ഫിലിപ്പ് മാത്യുവാണ് താരത്തിന്റെ ഭർത്താവ്. സുമയുടെ വിവാഹത്തിന് ഫഹദ് ഫാസിൽ അടക്കമുള്ള താരങ്ങളും പങ്കെടുത്തിരുന്നു. എൻ്റെ സൂര്യപുത്രയ്ക്ക്, പോലീസ് ഡയറി, സ്ഥലത്തെ പ്രധാന പയ്യൻസ്, ഏകലവ്യൻ, കാബൂളിവാല തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ തിളങ്ങിയ ഈ അഭിനേത്രിയുടെ മഴയെത്തു മുമ്പേ വേഷവും വളരെ ശ്രദ്ധേയമാണ്. ക്രൈം ഫയൽ, ഇഷ്ടം, ഭർത്താവ് ഉദ്യോഗം തുടങ്ങിയ ചിത്രങ്ങളും 2001 സുമ ചെയ്തു. അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന സുമ ജയറാമും ഭർത്താവ് ലല്ലുവും യാത്രകളെയും ഭക്ഷണത്തെയും ഇഷ്ടപ്പെടുന്നവരാണ്. ഇടയ്ക്കിടെ യാത്രകളുടെ വിശേഷങ്ങളും സുമ സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കാറുണ്ട്. 2 ആൺകുട്ടികളാണ് സുമയ്ക്കും ലല്ലുവിനും പിറന്നിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ നടി കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. അഭിമാനത്തോടെ ഞങ്ങൾ ഞങ്ങളുടെ ഇരട്ട കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളായ വിവരം അറിയിക്കുന്നുവെന്ന് നടി ഫേസ്ബുക്കിൽ കുറിച്ചു. ആന്റണി ഫിലിപ്പ് മാത്യു, ജോർജ് ഫിലിപ്പ് മാത്യു എന്നിങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് താരം പേര് നൽകിയിരിക്കുന്നത്. ഭർത്താവിന്റെ അച്ഛൻ പാലാത്ര തങ്കച്ചൻ മരിച്ചതിന്റെ 16ാം വാർഷികത്തിലാണ് തങ്ങൾക്ക് ഇരട്ട കുഞ്ഞുങ്ങൾ ജനിച്ചതെന്നും വലിയ സന്തോഷമാണെന്നും സുമ കുറിച്ചിട്ടുണ്ട്. ഗർഭിണിയായിരുന്ന സമയത്ത് ബേബി ഷവറിന്റെയും വളകാപ്പിന്റെയും ചിത്രങ്ങളും സുമ പങ്കുവച്ചിരുന്നു. അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നതിന്റെ ഇടയിൽ നിർമ്മാതാവിന്റെ വേഷത്തിലും സുമ സിനിമയിലേക്ക് മടങ്ങിയെത്തിയിരുന്നു. ആർട്ട് ഫിലിം ആദിയുടെ നിർമ്മാണം നടത്തിയത് സുമ ആയിരുന്നു. ചിത്രത്തിന്റെ സംവിധാനം സുമയുടെ സഹോദരൻ ബോണി ആയിരുന്നു. മമ്മൂട്ടിയുടെ സഹോദരൻ ഇബ്രാഹിം കുട്ടിയും പ്രധാന കഥാപാത്രത്തെ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരുന്നു. 1990 സിൽക്ക് സ്മിത അഭിനയിച്ച നാളെ എന്നുണ്ടോ എന്ന ചിത്രത്തിലും സുമ അഭിനയിച്ചിട്ടുണ്ട്. 1990 പുറത്തിറങ്ങിയ വചനം എന്ന ചിത്രത്തിലും കൺഗ്രാജുലേഷൻസ് മിസ് അനിത മേനോനിലും സുമ അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് ദിലീപിനൊപ്പം ഇഷ്ടത്തിൽ അഭിനയിച്ച ശേഷമാണ് അഭിനയത്തിൽ നിന്നും സുമ ഇടവേള എടുത്തത്. പ്രിയ താരത്തിന്റെ പുതിയ സന്തോഷത്തിൽ ആശംസകൾ അറിയിച്ച് നിരവധി ആരാധകരാണ് എത്തിയിരിക്കുന്നത്.